ആ കണ്ണട വെച്ചിട്ട് നിൽക്കുന്ന കുട്ടിയാണ് നിതിൻ രാജ്. ഈ ലോണാപ്പുകാരെ ഫോൺ വിളിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ജെ.കെ. റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിലെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഏറെ പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ചിട്ട് നിതിൻ്റെ ഫോൺ പരിശോധിക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ളത്. നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുൻപുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന ദൃശ്യം. അതായത് ലോൺ ആപ്പിൽ നിന്ന് നിരന്തരമായിട്ട് ഭീഷണി സന്ദേശങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ലത ടീച്ചർ പ്രിൻസിപ്പാളിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ടീച്ചർക്ക് കോൾ വരുന്നു. പ്രിൻസിപ്പൽ ലോൺ ആപ്പുകാരോട് സംസാരിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ രാജ് പ്രിൻസിപ്പലിന് വിവരിച്ചിട്ട് നൽകുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. ടീച്ചറുടെ നമ്പർ റെഫറൻസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതിന് ആവശ്യപ്പെടുമ്പോഴും ലോൺ ആപ്പുകാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പേയ്മെന്റ് പൂർത്തിയാവാതെ ആരുടെയും നമ്പർ ഒഴിവാക്കില്ലെന്നായിരുന്നു ഭീഷണി. ഈ അധ്യാപകരായിട്ടുള്ള ഈ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത് നമ്പ്യാരും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നിതിൻ രാജിൻ്റെ ആത്മഹത്യയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയാകാം നിതിൻ രാജിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഈ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ അധ്യാപകരുടെ വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വാദത്തിന് പിന്നാലെയാണ് നമ്മുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നത്. നിതിൻ്റെ മരണത്തിൽ പങ്കില്ലെന്നും ആത്മഹത്യക്ക് കാരണം ലോൺ ആപ്പിൻ്റെ ഭീഷണി മൂലമാണെന്നും അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭവ ദിവസം പ്രിൻസിപ്പലിൻ്റെ റൂമിൽ താനില്ലായിരുന്നുവെന്നും റാം ഹർജിയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഡോക്ടർ റാമും സംഗീതയും ഒളിവിൽ പോയിരുന്നു. ഇരുവരെയും പിടികൂടാൻ വൈകുന്നതിൽ പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. MK റാമിനെയും സംഗീതയെയും കോളേജ് സസ്പെൻഡ് ചെയ്യുകയും റാമിനെ കഴിഞ്ഞ ദിവസം മാനേജ്മെൻറ്റ് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ പ്രതികൾ കർണാടകയിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് പോലീസിന് ഇപ്പോൾ കിട്ടുന്ന വിവരം. സംഭവം നടന്നിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടും പ്രതികളെ പിടികൂടാഞ്ഞതിൽ വിവിധ സംഘടനകൾ പ്രതിഷേധ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു CCTV ദൃശ്യം നമുക്കൊന്ന് കാണാം. ആ കണ്ണട വെച്ചിട്ട് നിൽക്കുന്ന കുട്ടിയാണ് നിതിൻ രാജ്. കണ്ണട നിൽക്കുന്ന കുട്ടിയാണ് നിതിൻ രാജ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഓറഞ്ച് ഷർട്ട് ഇട്ടത് ഡോക്ടർ റാമാണോ എന്നൊരു ഓറഞ്ച് ഷർട്ട് ഇട്ടത് റാമാണോ റാംമോഹൻ വ്യക്തമല്ല. ഈ ലോൺ ആപ്പുകാരെ ഫോൺ വിളിക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ठीक है ना, मैं क्या पूछ रहा हूँ जितना आपके ठीक है जिससे लेना के विजिट को फोन करो, समझे?
मेरे को लग रहा है कि आप भी करना चाहिए, इसलिए तो फोन ऐसे कर रहा है कि मेरे को ऐसे फोन मिला, नहीं पूछ रहा आपसे, तो आपसे नोट पूछ रहा हूँ, यही 2-3 नंबर दूंगा, बोलूंगा कि मेरा रेफरेंस है. ലതാ മേഡത്തിൻ്റെ നമ്പർ കളയണം, അതായത് ആ റെഫറൻസ് നമ്പറിൽ നിന്ന് അത് കളയണം എന്നുള്ള ഒരു അപേക്ഷയാണ്, ഒരു കാര്യമാണ് ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവർ ഇത്രയും ആൾക്കാരെ അവിടെ ഉണ്ടായിട്ട് ഒരു ചെറിയൊരു സംഖ്യ അത് അവനെ കൊണ്ട് സാധിക്കുന്നില്ല. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അമ്മയുടെ സർജറിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു പൈസ. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരുമാതിരി അധ്യാപകന്മാരാണല്ലോ ഇവരൊക്കെ. ആ നിതിൻ രാജിൻ്റെ വോയിസ് ക്ലിപ്പാണ്, വോയിസ് മെസ്സേജാണ് ഓർമ്മ വരുന്നത്. ആ അധ്യാപകൻ അവനെ കളിയാക്കുന്നത് കേട്ടിട്ട് മറ്റു കുട്ടികൾ ചിരിച്ചില്ലെങ്കിൽ അവരെ നല്ലോണം മടിക്കും. പിന്നെ കോളേജിലെ അധ്യാപകൻ മകനെ ജാതി മറിഞ്ഞും എന്നിട്ട് പറയാം പുഴുത്ത പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിച്ചതായിട്ട് പിതാവ് രാജനും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ NK റാമും അധ്യാപിക ഡോക്ടർ KT സംഗീത നമ്പ്യാരും എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു കേസ് എവിടെയും അവസാനിക്കുന്നില്ല. എന്താ പറയുക, ഇവരനൊക്കെ ഈ മരണകാരണത്തിന് കാരണക്കാരായ ഇവരനൊക്കെ അധ്യാപകരെന്ന് സംബോധന ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. മനുഷ്യഗണത്തിൽ പോലും കൂട്ടാൻ പറ്റാത്ത സാധനങ്ങളാണ്. ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും വ്യക്തിഹത്യയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് എന്താ പറയുക ആ വിദ്യാർത്ഥി തൻ്റെ പഠനം തുടർന്നിരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ പറയുക, സ്വന്തം മാതാപിതാക്കളെ പോലും വലിച്ചഴിച്ചുകൊണ്ടുള്ള പരിഹാസങ്ങളും അവനെ മാനസികമായിട്ട് എത്രത്തോളം തകർത്തിട്ടുണ്ടാവുമെന്ന് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാണ്. ശബ്ദ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവർ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്തുണ്ട്. അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീചമായ പ്രവർത്തികൾക്കെതിരെ ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. പക്ഷേ നഷ്ടപ്പെട്ട ഒരു ജീവൻ തിരികെ കൊണ്ടുവരാനൊന്നും ആരെ കൊണ്ടും സാധിക്കില്ല. നിതിൻ രാജിനെ ഇല്ലാതാക്കിയ റാമിനും സംഗീതയ്ക്കും പിന്നെ ഇതിന് പിന്നിൽ കാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. ക്യാമ്പസുകളിൽ ഇനി ഒരു നിതിൻ രാജ് ഉണ്ടാകരുത്. പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അന്തസ്സോടെ ഭയമില്ലാതെയും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. ഇതാണ് ഞാൻ വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആർക്കും സ്റ്റേറ്റ്മെൻറ്റ് അവരാർക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.